ചിത്തിര നക്ഷത്രത്തിന്റെ പകുതി ഭാഗം നമുക്ക് കന്നിയിലും ബാക്കി പകുതി ഭാഗം നമുക്ക് തുലാത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ 2 രാശിയിൽ നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കന്നി രാശിയിൽ നിൽക്കുന്നവർക്ക് കണ്ടകശനിയാണ്. തുലാൻ രാശിയിൽ നിൽക്കുന്നത് അവർക്ക് കണ്ടകശനിയൊന്നുമില്ല, 6ലെ ശനീശ്വരനാണ്. അപ്പൊ 6ലെ ശനീശ്വരൻ ഏറ്റവും നല്ല ഭാവമാണ്. എന്ത് ധൈര്യം തരും, നമുക്ക് എന്ത് വേണമെങ്കിൽ ആവട്ടെ മുന്നോട്ട് പോവാം എന്നൊക്കെയുള്ളൊരു ധൈര്യം തരും. ഈ കന്നി രാശിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ 7ലാണ് തടസ്സങ്ങളാണ് സൃഷ്ടിക്കുക. അപ്പോൾ ഈ 2 ഭാവത്തിൽ നിൽക്കുന്നവർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 9ാം ഭാവത്തിലാണ് തുലാം രാശിക്കാർക്ക് വ്യാഴം വരുന്നത്. ഇത്ര നാളെ അവർക്ക് അഷ്ടമത്തിലായിരുന്നു. ഈ മെയ് മാസം 14ാം തീയതിയോട് കൂടി അവർക്ക് 9ലേക്ക് വരുന്നു, ഇവർക്ക് 10ലേക്ക് വരുന്നു. അപ്പോൾ വ്യാഴത്തിന് തന്നെ സർവ്വ ഈശ്വരകാരകത്വം ഉണ്ട്, നല്ലപോലെ പ്രാർത്ഥിക്കുക. ശനിയാണെങ്കിൽ ഈ തുലാം രാശിക്കാർക്ക് 6ലെ ശനി ഏറ്റവും നല്ല രാശിയാണ്. കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അത് നന്നായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ കുട്ടികളാണെങ്കിലും ചിത്തിര നക്ഷത്രക്കാര് ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഗവൺമെന്റ് ജോലിയല്ല, സാധാരണ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതാണെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വലിയ തടസ്സങ്ങളില്ല, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഗണപതിക്കാണ് നമ്മളിവിടെ കൂടുതൽ കർഗമാല കൊടുക്കുക, അട ഒറ്റപ്പം നിവേദ്യം കൊടുക്കുക, ദേവീക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാട് ചെയ്യാം, ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കന്നിയിലിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്കും അത്ത നക്ഷത്രക്കാരും തുലാത്തിലിരിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്കും തമ്മിൽ നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും.